നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാത സമയത്തിന് വേണ്ടി അടിയങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ലോകമെമ്പാടും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ പാപികളും ദോഷികളുമായ അടിയങ്ങൾക്കും ഒരുമിച്ച് ചേർന്ന് ദൈവമേ അങ്ങയുടെ മുമ്പായിരിക്കുന്നതിന് ഒരു അവസരത്തെ കൂടെ തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ അടിയങ്ങളുടെ കൂടി വരവനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കത്തീഡ്രൽ സഭയായിട്ട് അടിയങ്ങൾക്ക് കൂടി വന്ന് ദൈവമേ അങ്ങയുടെ നാമത്തെ പുകഴ്ത്താൻ അങ്ങ് കൃപ ചെയ്തുവല്ലോ. അടിയങ്ങൾക്കൊരു സഭാമന്ദിരം വേണം. ദൈവമേ എത്രയും വേഗത്തിൽ സാധ്യമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ കൃപയാ നടത്തണം പരമപിതാവേ, ആമേൻ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി. നാം ദൈവത്തിനുള്ളവരാകുന്നു. നമുക്ക് മൂന്നാമത്തെ പാട്ട് പാടാം. മൂന്നാമത്തെ പാട്ട് പാടി നമുക്ക് ആരാധന ആരംഭിക്കാം. സർവ്വലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്താ നമസ്കാരം, ധര കടൽ ജീവൻ മാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. ധര കടൽ ജീവൻ മാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. തിരുവവതാരം നമസ്കാരം, ജഗതിരക്ഷിതാവേ നമസ്കാരം. ധര തന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. ധര തന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധ ആത്മാ നമസ്കാരം, പരമസൽ ഗുരുവേ നമസ്കാരം. ആരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. ആരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. തൊഴിലുള്ളോൻ നമസ്കാരം, ത്രിയേകനാഥ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യകടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താധികർത്ത കാരുണ്യകടലെ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. നമുക്ക് ആറാം പുറത്തിൽ കാണുന്ന സ്തുതിലിത്താനികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആറാം പുറത്തിൽ കാണുന്ന സ്തുതിലിത്താനികൾ 5-ാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുക. സങ്കീർത്തനങ്ങളോടെ അവിടുത്തെ ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവിടത്തേക്കുള്ളവ. സമുദ്രം അവിടുത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു. നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കലെ ആടുകളും തന്നെ. 8-ാം പുറത്തിൽ കാണുന്ന പാപ അറിയിപ്പ്. ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ,
ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി എത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായ ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയുടെയും സമാധാനവും ഇവിടെ വച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വച്ച് തിരുവചനവും വിശുദ്ധ സാക്രമെന്തുക്കളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാമം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരും ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റു പറയാം. 9-ാം പുറത്തിൽ കാണുന്ന പ്രാർത്ഥന, അനുതാപ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തി മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിൽ വിചാരങ്ങളെയും മോഹങ്ങളെയും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സാക്ഷ്യവുമില്ല. എന്നാൽ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ ഹൃദയങ്ങളോടെ എങ്കിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങയെ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. പൊതുവിലുള്ള സ്തോത്രം. 14-ാം പുറം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, ഞങ്ങളുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവ്വമുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമറിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവയായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ ആധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി 221-ാമത്തെ പാട്ട് നമുക്ക് ഒരുമിച്ച് പാടാം. 221-ാമത്തെ പാട്ട്. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും എന്ന പാട്ട്. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേൻ ഞാനും, ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. എത്ര മധുരമാവൻ നാമമെനിക്കു പാർത്താൽ, ഓർത്തു വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു, ഓർത്തു വരും തോറുമെൻ ആർത്തി മാഞ്ഞു പോകുന്നു. ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തി എന്നെ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു പോകുന്നവൻ. രോഗമെന്നെ പീഡിച്ചൻ ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ, വേഗം വരുമെന്നാഥൻ
ദേഹം പുതുതാക്കിടാൻ പാപത്താൽ എന്നിൽ വന്ന ശാപക്കറകൾ മാറ്റി ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. ശോഭിത നീതി വസ്ത്രം ആഭരണമായി നൽകും. വമ്പിച്ച ലോകത്തീര കമ്പം തിരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും. ലോകമെനിക്കു വൈരി, ലോകമെന്നെ പേജിച്ച ശോകമെന്നെനിക്കതിൽ ഏതും ഭയപ്പെടാം ഞാൻ. ശോകമെന്നെനിക്കതിൽ ഏതും ഭയപ്പെടാം ഞാൻ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. ഇപ്പോൾ സങ്കീർത്തനം തുടങ്ങിയ വേദഭാഗം നമുക്ക് ചൊല്ലാം. സങ്കീർത്തനം 128 നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 29 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 29 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളും പ്രദേശത്തെ ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിൻ്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിൻ്റെ വായ്ക്കൽ അതിൻ്റെ സ്ഥലത്ത് തന്നെ തിരികെ വയ്ക്കുകയും ചെയ്യും. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടത്തുകാർ എന്ന് ചോദിച്ചതിന്, ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ നാഹോരിൻ്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന്, അറിയും എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖം തന്നെ. അവൻ്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്നവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെ ഉണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തു കൊണ്ടുപോയി തീറ്റുവിൻ എന്ന് അവൻ പറഞ്ഞതിന് അവർ, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തൻ്റെ അപ്പൻ്റെ ആടുകളോട് കൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്ന് കിണറ്റിൻ്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. യാക്കോബ് റാഹേലിനെ ചിന്തിച്ചു പൊട്ടിക്കരഞ്ഞു. താൻ അവളുടെ അപ്പൻ്റെ സഹോദരനെന്നും റിബക്കായുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തൻ്റെ അപ്പനെ അറിയിച്ചു. ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ലാബാൻ അവനോട്, നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ ഒരു മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എൻ്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ?
നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്നോട് പറക എന്ന് പറഞ്ഞു. എന്നാൽ ലാബാന് 2 പുത്രിമാർ ഉണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേർ. ലേയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിന് വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു. അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോട് കൂടെ പാർക്ക എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് റാഹേലിന് വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അത് അവന് അല്പകാലം പോലെ തോന്നി. ഈ വാഴ്ചയുടെ തിരുവചന പേരുഭാഗം ദൈവത്തിലേക്ക് പറയട്ടെ. ആമേൻ. വായനയ്ക്കായി നൽകിയിട്ടുള്ള ലേഖന ഭാഗം എബ്രായർ 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 13-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും, നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുൾ ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. വായിച്ചു കേട്ട തിരുവചനം അനുഗ്രഹിക്കുമാറാകട്ടെ. സുവിശേഷ ഭാഗം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, എന്നാൽ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിപ്പാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. ഈ തിരുവചനങ്ങൾ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഈ സമയം നമുക്ക് 20-ാം പുറത്ത് കാണുന്ന സ്നേഹവചനങ്ങൾ ഒരുമിച്ച് ചൊല്ലാം. 20-ാം പുറത്ത് കാണുന്ന സ്നേഹവചനങ്ങൾ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. സ്നേഹവാനായ കർത്താവെ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ഇപ്പോൾ 22-ാം പുറത്ത് കാണുന്ന വിശ്വാസ പ്രമാണം നമുക്ക് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു.
പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈ സമയത്ത് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകളെ മടക്കാം. കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ നിങ്ങൾക്ക് വീണ്ടും പരിശുദ്ധ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുവാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാശികാലം കർത്താവ് ഞങ്ങളെ കാത്തുപരിശോധനയായി സ്തോത്രമപ്പ. ദൈവമേ, വീണ്ടും ഞങ്ങൾ കർത്താവെ അടുത്ത ആഴ്ച കൂടി വരുന്നിടത്തോളം കർത്താവെ നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ അപ്പ. ഞങ്ങളെ വ്യക്തിപരമായി കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങളുടെ കുടുംബജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾ ഇടപെടുന്നവരിൽ കർത്താവെ ക്രിസ്തുവിൻ്റെ സുവിശേഷം കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും കർത്താവെ പറയുവാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവമേ കർത്താവെ, ഞങ്ങളുടെ സഹവിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലവിധമായ ആവശ്യങ്ങളുണ്ടപ്പോൾ അവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് കർത്താവെ ഇറങ്ങി വരണമേ നാഥ. കർത്താവെ, സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ട്, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടുവിക്കണമേ അപ്പ. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം വലിയവ ചെയ്തു എന്നവർക്ക് സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അപ്പ. രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് കർത്താവെ, അവിടുന്ന് രോഗത്തിരക്കളെ മാറ്റിയിരിക്കണമേ അപ്പ. കർത്താവെ, ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും സൗഖ്യവും ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവെ ഈ കാലഘട്ടത്തിൽ അപ്പ അങ്ങയുടെ സൗഖ്യം, അങ്ങയുടെ സമാധാനം കർത്താവെ വലിയൊരു സാക്ഷിയായി പറയുവാൻ കർത്താവെ അനേകം പേർക്ക് അവസരങ്ങൾ നൽകണമേ കർത്താവെ. യേശുബ, പ്രത്യേകിച്ച് ദക്ഷിണയുള്ള മകളുടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നേതൃത്വത്തിലായിരിക്കുന്നവർ കർത്താവെ നീതിയോടെ കർത്താവെ പ്രവർത്തിക്കുവാനുള്ള കൃപ കൊടുക്കണമേ അപ്പ. ബൈബിൾ പരിജ്ഞാനമെങ്കിലും കർത്താവെ അവർക്കുണ്ടാകുവാൻ കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ ചികിത്സയുടെ സഭാതലവനായിരിക്കുന്ന മോഡൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതിയോടെ ഈ മഹാജനത്തെ നയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ അപ്പ. കൃഷ്ണയുള്ള മഹാടകയിലെ കർത്താവെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ടി പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ദൈവാലയത്തെയും ദൈവജനത്തെയും പറ്റിയുള്ള ജ്ഞാനം നൽകണമേ കർത്താവെ. എന്താണ് യേശുക്രിസ്തു എന്നുള്ള ബോധം കർത്താവെ അദ്ദേഹത്തിന് നൽകണമേ കർത്താവെ. യേശോപ്പ, കൂടെ ഒരാളെയെങ്കിലും കൂടെ കൊടുക്കണമേ അപ്പ. ദൈവമേ, ഈ ദൈവാലയത്തെപ്പറ്റി ദൈവജനത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാൻ ജ്ഞാനമുള്ളൊരു വ്യക്തിയെ അദ്ദേഹത്തിന് കൊടുക്കണമേ കർത്താവെ. യേശോപ്പച്ച, വാശിയും വൈരാഗ്യവും കാണിക്കുവാനുള്ള സ്ഥലമല്ല ദേവാലയമെന്നും ദൈവജനത്തോടല്ല വാശി കാണിക്കേണ്ടതെന്നുള്ള ബോധം ടി പ്രവീണിനുണ്ടാകുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ. യേശോപ്പ, ഞങ്ങളുടെ ദേവാലയം നശിപ്പിക്കപ്പെട്ടിട്ടും ഞങ്ങൾ ഏറ്റവും വിനയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ യാചിച്ചതല്ലാതെ കർത്താവെ ഞങ്ങൾ അദ്ദേഹത്തെ ഒരു രീതിയിൽ ഞങ്ങൾ ദ്രോഹിച്ചിട്ടില്ല കർത്താവെ, തടഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ദേവാലയം വീണ്ടും അടച്ചിട്ടു, ഞങ്ങൾ ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ടും കർത്താവെ ഞങ്ങൾ ടി പ്രവീണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ നിറവടണേ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം കർത്താവെ, വലിയൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം ആ വ്യക്തിക്ക് നൽകണമേ കർത്താവെ. യേശോപ്പച്ച, ദൈവമേ, ഒരു സഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുവാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്നുള്ളത് ഓരോ നിമിഷവും ചിന്തിക്കുവാനുള്ള അവസരം നൽകണമേ കർത്താവെ. യേശോപ്പ, ദൈവമേ, കിട്ടിയ അവസരം അത് ഏറ്റവും അതിലൂടെ ഒരു നിത്യജീവൻ നേടുവാനുള്ള ഒരു മാർഗമായി തീരുവാൻ ഉള്ള ബോധം പുള്ളിക്കുണ്ടാവണമേ കർത്താവെ. ദൈവമേ, ഞങ്ങളെ വീണ്ടും താഴ്ത്തി പരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ള അനേകം പേർക്ക് കർത്താവെ ആരാധനയിൽ പങ്കെടുക്കാൻ കഴിയാതെ ഭവനങ്ങളിലായിരിക്കുന്നു. അവരെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രിയ പിതാവേ, വീണ്ടും വേഗം വരുന്ന ഉയർത്തെഴുന്നേറ്റ ആശ്രയനായ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമം തന്നെ സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുക. പരീക്ഷയപ്പെടുത്താതെ സർവദോഷത്തിൽ രാജ്യവും ശക്തി മഹത്വം നയിക്കുന്ന നമുക്ക് എല്ലാവർക്കുമായിട്ട് 508 പാട്ട് പാടാം. അതിനുശേഷം നമുക്ക് ദൈവജനം ചിന്തിക്കാം. 508 പാട്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു,
ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നനെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നനെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥൻ എന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതമധ്യയാർത്തു പാടും ശുദ്ധരും. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ ഞങ്ങളുടെ പിതാവേ, ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ചയിലും കൂടി ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരാൻ അങ്ങ് കൃപ ചെയ്തുകൊണ്ട് ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് അങ്ങ് അടിയങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും എല്ലാം അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ അടിയങ്ങളുടെ കുടുംബങ്ങൾ ഓരോന്നും ദൈവനാമ പുകഴ്ചയ്ക്ക് വേണ്ടിയായിരിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാം അങ്ങയുടെ നാമ പുകഴ്ചയ്ക്ക് വേണ്ടിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ നടത്തണം പരമിതാവേ. ആമേൻ. നമുക്ക് ഇന്ന് ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം വിവാഹം സ്നേഹത്തിൻ്റെ നിത്യമായ ജീവിതം എന്നാണ്. വിവാഹം സ്നേഹത്തിൻ്റെ നിത്യമായ ജീവിതം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹത്തെക്കുറിച്ച് അറിയാത്തവരില്ല. വിവാഹത്തെക്കുറിച്ച് അറിയുന്നു. വിവാഹത്തിൽ പലപ്പോഴും നമ്മൾ പങ്കെടുക്കുകയും നമ്മളതിൽ ഭാഗഭാക്കാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വിവാഹം എന്ന് പറയുന്നത് പുതുതായിട്ട് നമുക്ക് പറഞ്ഞെടുപ്പിക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ അത് സ്നേഹത്തിൻ്റെ നിത്യമായ ഒരു ജീവിതം ആണ് വിവാഹം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം. സ്നേഹത്തിൻ്റെ നിത്യമായ ജീവിതം. അപ്പോൾ സ്നേഹം എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് നിർവചിക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് സ്നേഹം. ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്നേഹം, സൗന്ദര്യം, സാഹോദര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു അനുഭൂതിയാണ്. നമ്മൾ അനുഭവിച്ചറിയുന്നതാണ്. വിശദീകരിച്ച് വാക്കുകൊണ്ട് പറയാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തു ചോദിക്കുന്നുണ്ട് പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ?
ഉവ്വ് കർത്താവേ എന്ന് പറയുന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം മനസ്സിനകത്ത് ഒരു ചാഞ്ചല്യവും ഒരു വിഷമവും എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സാഹചര്യത്തിലും പത്രോസ് ചിന്തിക്കുകയാണ്, ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മോടും ചോദിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടോ എന്ന് ക്രിസ്തു നമ്മോട് ചോദിക്കുന്നു. എന്നപ്പോൾ ആ സ്നേഹത്തിനകത്ത് നാം എത്രത്തോളം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നതാണ് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് എന്ന്. ചില പള്ളികളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചില കൂട്ടായ്മയിലോ അല്ലെങ്കിൽ സാഹചര്യത്തിലോ വ്യക്തികളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിത്യജീവനെ അവകാശമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. നിത്യജീവൻ മരിച്ചതിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ചോദിക്കുന്നത് നിത്യജീവനെ അവകാശമാക്കിയിട്ടുണ്ടോ. അപ്പോൾ ആ അവകാശം ജീവിച്ചിരിക്കുമ്പോഴേ സ്വായത്തമാക്കാൻ കഴിയൂ എന്നതാണ് പ്രത്യേകതയുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം വരുന്നത്, നിങ്ങൾ നിത്യജീവനെ അവകാശമാക്കിയിട്ടുണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ലൗകികമായ ഈ ഭൗതിക ലോകത്തിൽ ജീവിതത്തിൽ ആ ജീവിതം നമ്മുടെ അവകാശമായിട്ടുണ്ട് എങ്കിലും ദൈവത്തോടൊപ്പമുള്ള ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ജീവിതം, അത് നമ്മൾ അതിനുള്ള ടിക്കറ്റ് എടുക്കേണ്ടുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അതൊരു നിത്യമായ സ്നേഹത്തിൻ്റെ നിത്യമായ ജീവിതം. ലോകത്തിലത് വിവാഹത്തിന് വേണ്ടുന്ന ഒരു കാര്യമായിട്ട് പറയുന്നുവെങ്കിലും സ്നേഹത്തിൻ്റെ നിത്യമായ ജീവിതം നമുക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ വെച്ച് തന്നെയാണ്. നാം ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടും അത് പൂർണ്ണമായിട്ടും നമുക്ക് വായിച്ച് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ദീർഘമായി ക്ഷമിക്കുക. അപ്പോൾ ദീർഘമായി ക്ഷമിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് എത്ര തവണ ക്ഷമിക്കണമെന്ന് ചോദിച്ചാൽ 7 വട്ടം മതിയോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, 7 വട്ടം പോരാ, 70 വട്ടം നീ ക്ഷമിക്കണം. ക്ഷമയുടെ നെല്ലിപ്പലക വരെ എന്ന് പറയാം എളുപ്പത്തിൽ നമ്മുടെ സംസാര ഭാഷയിൽ. അപ്പോൾ ആ ക്ഷമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു സമയമോ എണ്ണമോ പറയാൻ പറ്റില്ല. നിനക്ക് എപ്പോഴത്തേക്കോ ഏതൊക്കെ സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായാലും അപ്പോഴെല്ലാം ക്ഷമിക്കുക. അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അത് സ്നേഹത്തിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ദയ കാണിക്കുക, സ്വാർത്ഥം അന്വേഷിക്കരുത്, ദേഷ്യപ്പെടരുത് തുടങ്ങിയ വചനങ്ങൾ നാം എത്രത്തോളം ഉൾക്കൊള്ളുന്നുവെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. കുടുംബജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ സമയത്ത് വിവാഹ പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ആശംസിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുകയോ അനുഗ്രഹിക്കുകയോ വേദവചനം വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം എടുത്തു പറയാറുണ്ട്. കാരണം ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കേണ്ടുന്ന അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലനിൽക്കേണ്ടുന്ന ഒന്ന് ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ എല്ലാ കാര്യത്തിലും ഏത് കാര്യം എടുത്തു കഴിഞ്ഞാലും സ്നേഹമുണ്ടെങ്കിൽ എല്ലാത്തിലും നമ്മൾ വിജയിച്ചു എന്നതാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. ഇവിടെ യാക്കോബിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമ ഭാഗത്തിൽ വായിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ ജീവിതം, യാക്കോബിൻ്റെ വിവാഹത്തിന് മുമ്പുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവ വൈചിത്ര്യം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് യാക്കോബ്. അമ്മയോട് പറ്റിച്ചേർന്ന് അപ്പനോട് അകന്നു നിന്നു എന്നർത്ഥം വരുന്നില്ല. കൂടുതൽ അടുപ്പം മക്കൾക്ക് അമ്മയോടായിരിക്കും, ചില സ്ഥലങ്ങളിൽ മാത്രം അപ്പനോടായിരിക്കും. അപ്പോൾ ഏതായിരുന്നാലും അപ്പനോട് ഒരു അകലം കാണിക്കും. അപ്പൻ ദേഷ്യക്കാരനാണ്, അപ്പൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശോഭിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത മക്കൾക്കുണ്ട്. അപ്പോൾ സ്നേഹിക്കാൻ അറിയാത്ത ആളാണ്, ദേഷ്യം കാണിക്കുന്ന ആളാണ്, ഒരു മുഷടനാണ് എന്നൊക്കെ ചിലപ്പോൾ മക്കൾ പിതാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചെന്നിരിക്കും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പിതാവിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ആ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബാധ്യതയുടെ ഇടയിൽ ചിലപ്പോൾ സ്നേഹം കാണിക്കാനോ ഒന്നും സാധിച്ചില്ല എന്നിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹമില്ല എന്ന് അതിന് അർത്ഥമില്ല. മാതാവിനോടൊപ്പം കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യങ്ങൾ, കാരണം നേരത്തെയുള്ള കാലഘട്ടത്തിൽ മാതാവ് വീട്ടിൽ തന്നെയായിരിക്കും, ജോലിക്ക് വേണ്ടി പോകാറില്ല. പിതാവ് ജോലിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഒരു സാഹചര്യം. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സമീപകാലങ്ങളിൽ ജോലിയില്ലാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടെ കുടുംബത്തിന് വേണ്ടി കൂടുതലായിട്ട് പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് പറയാൻ കാരണം ആ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന വലിയ തത്രപ്പാടിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് വീണ്ടും ജോലിക്ക് കൂടെ പോയിട്ട് കുറച്ചെങ്കിലും ധനസമ്പാദനം നടത്തിയാൽ അത് നമ്മുടെ കുടുംബത്തിന് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞു പോകുന്നത്. പക്ഷേ പല കുടുംബങ്ങളിലും അത് പല തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുമുണ്ട്. അത് നാട്ടിൻപുറങ്ങളിലൊക്കെ ജോലിക്ക് വിടുന്നതിനോടുകൂടി ഉള്ള അകൽച്ച കുടുംബങ്ങളിൽ വരികയും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ യാക്കോബ് ഒരു വിവാഹം കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലൊന്നും അല്ല
ലാബാൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. രക്ഷപ്പെട്ടു പോവുകയാണ്. കാരണം സ്വന്തം സഹോദരനോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ കൊന്നുകളഞ്ഞാക്കുക എന്നുള്ള ഒരു പേടി. അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ 2 വഞ്ചന നടത്തിയിരിക്കുകയാണ്. ഒന്ന് സ്വന്തം സഹോദരനെ വഞ്ചിച്ചു, രണ്ടാമത് സ്വന്തം പിതാവിനെ വഞ്ചിച്ചു. ഈ 2 പേരെയും വഞ്ചിച്ചതിന് ശേഷം ഒളിച്ചോടുകയാണ്. അപ്പോൾ അമ്മ പറയുന്നു, നീ എൻ്റെ സഹോദരൻ ഇന്ന പ്രദേശത്തുണ്ട്, അവിടെ നീ അന്വേഷിച്ചാൽ മതി, വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ചെന്ന് അന്വേഷിക്കുക, ലാബാൻ്റെ വീട്ടിൽ നീ ചെന്ന് സഹായം അഭ്യർത്ഥിക്കുക, അവിടെ താമസിക്കുക. അങ്ങനെ ലാബാൻ്റെ വീട്ടിലോട്ട് പോകുന്ന സാഹചര്യത്തിൽ യദൃച്ഛയാണ് അവിടെ റാഹേലിനെ കണ്ടെത്തുന്നത്. റാഹേലിനെ കണ്ടെത്തുന്നു, ലാബാൻ്റെ മകളാണെന്ന് പിൽക്കാലത്ത് തിരിച്ചറിയുന്നു. അവർ തമ്മിൽ ഒരു ബന്ധമുണ്ടാകുന്നു. അവിടെ റാഹേലിനെ വിവാഹം കഴിക്കുന്നതിനുള്ള ഒരു അഭിപ്രായം ലാബാനോട് പറയുകയും ലാബാൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് കണ്ടീഷണൽ ആയിരുന്നു. ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടുള്ള ഒരു വിവാഹ ഉടമ്പടിയായിരുന്നു എന്നത് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക. അവിടെ ഒരു ജോലിക്കാരനെ പോലെ യാക്കോബ് നിൽക്കുകയാണ്. പക്ഷേ വെറുതെ നിന്നെ നിർത്തിയിട്ട് കാര്യമില്ല, നിനക്ക് എന്തെങ്കിലും കൂലി തരാം, അതിന് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരാം. അങ്ങനെ മകളെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് 7 വർഷം അവിടെ കാത്തിരുന്നു. ആ 7 വർഷം കഴിഞ്ഞിട്ട് വിവാഹത്തിന് വേണ്ടുന്ന ഒരു തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ മകളെ, കാഴ്ചയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വേദപുസ്തകം തന്നെ പറയുന്ന ആ മകളെ യാക്കോബിൻ്റെ അടുത്ത് വിടുകയും അവിടെ ഒരു ചതി ഏൽക്കുകയും ചെയ്തു എന്ന് പകൽ പുലർന്നപ്പോൾ മനസ്സിലാകുന്നു. വേദപുസ്തകം ആ ഭാഗങ്ങളെല്ലാം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗം തന്നെയാണ്. അപ്പോൾ വീണ്ടും ഒരു കണ്ടീഷൻ പറയുന്നു, നീ ഒരു 7 വർഷം കൂടെ എന്നെ സേവിക്കുക, അങ്ങനെയാണെങ്കിൽ നിനക്ക് റാഹേലിനെ തരാം. അപ്പോൾ 14 വർഷം. ആദ്യത്തെ 7 വർഷം പറഞ്ഞപ്പോൾ പോലും വളരെ പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. കാരണം വേദപുസ്തകം പറയുന്നത് അത്രത്തോളം സ്നേഹിക്കൊണ്ടാണ് അത് സമ്മതിച്ചത്. 7 വർഷം എന്ന് പറയുന്നത് അത്ര ദീർഘമായിട്ടുള്ള ഒരു സമയമാണെന്ന് യാക്കോബിന് തോന്നിയില്ല. കാരണം സ്നേഹത്തിന് അവിടെ ദൂരവും വ്യാപ്തിയും ഇതൊന്നും പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അവിടെ 7 വർഷം കാത്തിരിക്കാൻ തയ്യാറായി. ഇപ്പോൾ പറയുന്നതല്ല, 7 പോരെ ഇനിയും ഒരു 7 കൂടെ. അങ്ങനെ 14 വർഷം റാഹേലിന് വേണ്ടി കാത്തിരുന്ന് വിവാഹം കഴിച്ചു. അപ്പോൾ കുടുംബ ജീവിതത്തിൽ കുറേ കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ദൈവത്തോട് ചില ആലോചനകൾ, ദൈവത്തോട് ചില ബന്ധങ്ങൾ ഒക്കെ പുലർത്തേണ്ടി വരും. ഒരു ആലോചന നടത്തുന്ന സമയത്ത് പഴയ കാലത്ത് മാതാപിതാക്കളോട് ചെന്ന് ഏതെങ്കിലും ബന്ധുക്കൾ ചെന്നിട്ട് ഒരു വിവാഹാലോചനയെക്കുറിച്ച് സംസാരിക്കുകയും അതിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ ഉറപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി അതൊരു വിവാഹ ശുശ്രൂഷയിൽ ഏർപ്പെടുകയും അതൊരു വിവാഹ ബന്ധമായിട്ട് ദീർഘകാലം മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ എന്നുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് തന്നെ പുരോഹിതൻ അനുഗ്രഹിച്ച് ഒരു വിവാഹ കർമ്മം നടത്തി തരുന്നു. മരണം നിങ്ങളെ വേർപിരിക്കുന്നത് വരെ. അപ്പോൾ ഈ ഒരു വിവാഹത്തിൽ വേർപിരിയാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ മരണം ആർക്കെങ്കിലും ഉണ്ടാകണമെന്നർത്ഥം. അതാണ് ദൈവനീതി. അതുവരെ നിങ്ങൾ സന്തോഷത്തോട് ഒരുമിച്ച് തന്നെ പാർക്കുക. അവിടെ അത്തരത്തിൽ ഒരുമിച്ച് പാർക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ 1-2 പ്രശ്നങ്ങളല്ല, അനുദിനം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, ചെറുതും വലുതുമായിട്ടുള്ള കൊച്ചു സൗന്ദര്യ പിണക്കങ്ങൾ. എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിനെ വേറൊരു രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട്, ഇതൊക്കെ അപ്പോഴും നൈമിഷികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ദീർഘവീക്ഷണത്തോടു കൂടി അത് മാറ്റാൻ സാധിക്കും. പിന്നെ ജാതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, നീ കുറഞ്ഞ ജാതിയിൽപ്പെട്ടതാണ്, ഞാൻ കൂടിയ ജാതിയിൽപ്പെട്ടതാണ്, അതുകൊണ്ട് എന്നെ അനുസരിക്കണം, അങ്ങനെയുള്ള, കാരണം ഇവിടെ ജാതിയും മതവും വംശങ്ങളും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുകയാണ് ഇന്നും. അപ്പോൾ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബ ബന്ധത്തിൽ ഒരുപാട് ഉലച്ചിലുണ്ടാക്കാറുണ്ട്. മതപരമായ പ്രശ്നങ്ങൾ, വിവിധ മതത്തിലുള്ളവർ വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടെയും അത്തരത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഓരോരുത്തർ ഓരോരോ ദൈവത്തെ വിശ്വസിക്കുന്നു. ആ വിശ്വാസം അനുസരിച്ചിട്ട് ഓരോരോ ചിട്ടവട്ടങ്ങളുണ്ടായിരിക്കും. അതനുസരിക്കാനും പ്രതിഷേധിക്കാനും ഓരോരുത്തർ തയ്യാറാകുന്നു. അവിടെ വീണ്ടും പ്രശ്നങ്ങളുണ്ടാകുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടാകുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. കാരണം ഒരു കുടുംബം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ, ഒരു ഭദ്രത ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടി പലപ്പോഴും ചിലപ്പോൾ സാധിക്കും, ചിലപ്പോൾ സാധിക്കാതെ വരും. അത് വീണ്ടും ചില പ്രശ്നങ്ങളിലോട്ട്, പിന്നെ ചില കോംപ്ലക്സുകൾ, കാരണം ഓരോരുത്തർക്കും ഓരോ കോംപ്ലക്സ് ഉണ്ടാവും. ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന കഴിവുണ്ട്,
എനിക്ക് ഇന്ന ഇന്ന ക്വാളിറ്റീസ് ഉണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് പെരുമാറണം എന്നൊക്കെയുള്ള ചില അബദ്ധ ചിന്തകളും ധാരണകളും ഒക്കെ ഉണ്ട്. അതെല്ലാം കുടുംബ പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. കരുതലില്ലാത്ത അവസ്ഥ, കയ്യിൽ കിട്ടുന്ന മുഴുവനും വാരിക്കോരി ചിലവഴിക്കുക, പിന്നീട് പിടിച്ചാൽ പറ്റാത്ത ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക, അത് വീണ്ടും ചില പ്രശ്നങ്ങൾ. വിവാഹേതര ബന്ധങ്ങൾ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ വീണ്ടും കുടുംബ പശ്ചാത്തലത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുകയും അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ ഇത്തരത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ നേരത്തെ കേട്ട സ്നേഹവചനങ്ങൾ നമ്മളൊന്ന് എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കുക. തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ആ തെറ്റില്ലാതെ അതിൽ തിരുത്തി തന്നെ പോകണമെന്നുള്ളതാണ്. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ദൈവവചനം വായിക്കുക, ഇതിനൊക്കെ നമുക്ക് കഴിയണം. കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പോരായ്മകൾ നമുക്കുണ്ടാകും എന്ന പ്രത്യേകത ഓർമ്മിക്കുക. സങ്കീർത്തനം 128 3 വാക്യത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ സങ്കീർത്തനം 128 എന്ന് പറയുന്നത് തന്നെ ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ഒരു ഭാഗമാണ്. ഒരു കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് തന്നെ നമ്മൾ പറഞ്ഞു തരുന്ന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ 128. ആ 128 പറയുന്നത്, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. എന്തുകൊണ്ട് ആ ഒരു മുന്തിരിവള്ളി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ, ഇതൊരു യഹൂദ പ്രമാണം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ യഹൂദ നാട്ടിലെ മുന്തിരിവള്ളി, ഒലിവ്, അത്തിവൃക്ഷം, ഈ 3 വിളകൾ, ഗോതമ്പ്, ഇതെല്ലാം പ്രത്യേകമായിട്ട് ഈ എടുത്ത് പറയുന്ന സാധനങ്ങളാണ്. അതിലെ മുന്തിരിവള്ളിയെക്കുറിച്ച് പറയുമ്പോൾ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, ഫലം കായ്ക്കുന്നത്. അപ്പോൾ മുന്തിരിവള്ളിയിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങൾ, അതിൻ്റെ ആ ചാറ് നമുക്ക് കഴിക്കാൻ കൊള്ളാവുന്നതാണ്. അത് വീഞ്ഞ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, മറ്റു ചില ചേരുവകൾ കൂടി ചേർത്തിട്ട്. എന്നാൽ വീഞ്ഞ് കുടിച്ച് മത്തനാകരുത് എന്ന വേദപുസ്തകത്തിൽ നമുക്ക് പറയുന്നു. അപ്പോൾ ഏത് സാഹചര്യത്തിലും നമുക്ക് ഒരു പ്രത്യേക മധുരം നൽകുന്ന, പ്രത്യേക സ്നേഹത്തിൻ്റെ മധുരം നൽകുന്ന ഒരു സ്ത്രീ ആയിരിക്കും ഭാര്യ എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അവൾ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കും. വീട്ടിന് പുറത്തല്ല, വീട്ടിനകത്ത്. ആ വീട്ടിനകത്ത് സമാധാനം കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, നൈർമല്യം പകരുന്ന ഒരു സ്ത്രീ ആയിരിക്കും നിന്റെ ഭാര്യ. നിന്റെ മക്കളോ, അവരെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ, അതും ഫലപ്രദമായ ഒലിവ് തൈകൾ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ മുന്തിരിവള്ളിയും ഒലിവ് തൈകളും ഒരു കുടുംബത്തിനകത്ത് ഉണ്ടായിരുന്നാൽ അതെന്തായിരിക്കും അതുകൊണ്ടുള്ള നേട്ടം എന്ന് ചോദിച്ചാൽ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിട്ട് തന്നെ അത് പോകും എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പലപ്പോഴും പറയാറുണ്ട്, ആ കുടുംബത്തിനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല, എന്ത് പറ്റിയാ, അത് മോശമായ ഒരു കുടുംബമാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് ചില കുടുംബങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ആ മോശം എന്നുള്ള ഒരു പദപ്രയോഗം ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഏത് വിവാഹവും ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അതിനകത്തുള്ള പോരായ്മകൾ മാറ്റാൻ സമൂഹത്തിനും സാധ്യതയും ബാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായ പല പ്രശ്നങ്ങളുണ്ട്, ജാതീയ പ്രശ്നങ്ങളുണ്ട്. ജാതീയ പ്രശ്നങ്ങളും മതപരമായ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ പോലും സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. നമുക്ക് നിർദ്ദേശിച്ചത് ആ പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ആ പുരുഷൻ്റെയോ കുടുംബത്തിലുള്ളവർക്ക് കുറച്ചെങ്കിലും സഹായിക്കാൻ സാധിക്കും. കാരണം വീണു പോകാതെ അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടുന്നത് നമ്മുടെ ബാധ്യതയാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഒരു കാക്കക്കുഞ്ഞ് കൂട്ടിൽ നിന്ന് താഴേക്ക് പോകുന്ന സമയത്ത് പറക്കാൻ പഠിക്കുമ്പോഴായിരുന്നാലും അതിൻ്റെ തള്ളക്കാക്ക അല്ലെങ്കിൽ കൂടെ ഉള്ള കാക്കകൾ അതിൻ്റെ ചിറകിൽ തട്ടി അതിനെ ഉയർത്തി വീണ്ടും പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ അല്ല, എനിക്ക് പറക്കാൻ കഴിയാം, അത് കഴിവില്ല, അത് വീണു പോകട്ടെ എന്നുള്ള രൂപത്തിൽ കളയുകയല്ല ചെയ്യുന്നത്, അതിനെയും പറത്തി ശീലിപ്പിക്കുന്നു. എല്ലാ പക്ഷികളും അതിനെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. നല്ല ഭാരമുള്ള പരുന്തായിരുന്നാലും ശരി, കഴുകനായിരുന്നാലും അതിന് ചിറകിൽ തട്ടി മുകളിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും, എടുത്തുയർത്താൻ സാധിച്ചില്ലെങ്കിലും ചെറിയൊരു കൈത്താങ്ങ് കൊടുത്തിട്ട് നമുക്ക് സഹായിക്കാനായിട്ട് കഴിയണം. അത് കുടുംബത്തിലുള്ളവരായിരുന്നാലും സമൂഹത്തിലുള്ളവരായിരുന്നാലും നമുക്കത് കഴിയണം എന്നതാണ് പ്രത്യേകം നാം ചിന്തിക്കേണ്ടുന്ന കാര്യം. ഇവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നേരത്തെ പറഞ്ഞ മതപരമായ പ്രശ്നവും സാമ്പത്തിക പ്രശ്നങ്ങളും ജാതീയ പ്രശ്നങ്ങളുടെയും ഇടയിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് കഴിഞ്ഞ്
ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിനു വേണ്ടിയായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് മേശയ്ക്ക് ചുറ്റും ഉള്ള വീട്ടിനകത്തുള്ള മുന്തിരിവള്ളി. ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അവിടെ യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും അവിടെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അതേ മുന്തിരിവള്ളി തന്നെയാണ് ഈ കുടുംബത്തിനകത്ത് ഒരു സ്ത്രീയുടെ സ്ഥാനം, ദൈവത്തിൻ്റെ സ്ഥാനം അവിടെ ഉണ്ട്. അത് സ്ത്രീകൾ മറന്നു പോകാതിരിക്കുക. ആ വീട്ടിനകത്ത് ഒരു ദൈവിക പശ്ചാത്തലം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭർത്താവ് മദ്യപിച്ചിട്ട് കയറി വരുമ്പോഴും ക്ഷമയോടുകൂടി ബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി ഭർത്താവിനെ നല്ല വഴിക്ക് കൊണ്ടുവരുന്നതിനുള്ള ഉത്തരവാദിത്വം ഒരു ഭാര്യയ്ക്കുണ്ട്. വെട്ടോത്തി എടുത്ത് വെച്ചുകൊണ്ട് കുടിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുടിച്ചു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവസാനം വെട്ടോത്തി വെച്ചുള്ള അഭ്യാസങ്ങളായിരിക്കും നടക്കുന്നത്. എത്രയോ കുടുംബങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ വേദം ഓതാൻ സാധിച്ചില്ല എന്നും ഇരിക്കും. എങ്കിലും നമ്മൾ ചിലതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കണം, ചിലതിൽ നിന്ന് മാറി നിൽക്കണം. ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ പെരുമാറണം. അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കുക. അതിൽ കൂടെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. അപ്പോൾ ഈ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുടുംബത്തിനകത്ത് ഇത്തരത്തിൽ ഒരു മുന്തിരിവള്ളി നമുക്ക് നട്ട് പൊടിപ്പിച്ച് വളർത്തി അതിൽ നിന്ന് ഫലം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കരുതൽ നമ്മൾ കൊടുക്കണം. നമുക്ക് പ്രാർത്ഥനയിലൂടെയുള്ള കരുതൽ. നേരത്തെ സൂചിപ്പിച്ചു, പലതരത്തിലുള്ള ബുദ്ധിമുട്ടും സാമ്പത്തികമായ പ്രതിബന്ധങ്ങൾ വരുമ്പോഴും ചിലപ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കുമെങ്കിൽ പോലും അതിൽ പ്രാർത്ഥനയോടുകൂടിയ ഒരു കൈത്താങ്ങ് ഏറ്റവും വലുതാണ്. ആ ഒരു കൈത്താങ്ങിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ആയിരുന്നാലും ശരി, മറ്റൊരാളുടെ ജീവിതത്തെ ആയിരുന്നാലും ശരി, ഒരു സമൂഹത്തെ ആയിരുന്നാലും നമ്മുടെ സഭയായിരുന്നാലും നിലനിർത്താൻ സാധിക്കൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നമ്മുടെ സമൂഹം എന്ന് പറയുന്നതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കുടുംബം കഴിഞ്ഞ് നമ്മുടെ സഭയെ നോക്കാം. അതൊരു കുടുംബമാണ്, അതൊരു കൊച്ചു കുടുംബമാണ്. ഒരു കുടുംബത്തിനകത്ത് നമുക്ക് ലഭിക്കുന്ന സ്നേഹവും വാത്സല്യവും അതേപോലെ തന്നെ ഒരു സഭയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സ്നേഹവും ആ ഒരു കരുതലിനും വേണ്ടിയിട്ടാണ് സഭയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അത് നമുക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്രയോ പേര് സഭയും കളഞ്ഞിട്ട് ഹൈന്ദവ മാർഗത്തിൽ പോകുന്നു. അവിടെ ചെന്ന ദിവസം അടിയാണ്, എന്തിനാണ് അവിടെ പോകുന്നത് എന്ന് ചോദിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. അവിടെ മുഴുവൻ വഴക്കല്ലേ, അവിടെ രാഷ്ട്രീയവും പ്രശ്നങ്ങളുമാണ്. ഞാൻ പോകുന്നില്ല, ഇനിമേൽ അത് പോകണ്ടെന്ന് വിചാരിച്ചു. എന്തുകൊണ്ട് അത്തരത്തിലൊരു ചിന്താഗതി ഉണ്ടാകുന്നു? അവിടെ ഒരു കരുതലില്ലാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവിടെ മുന്തിരിത്തോട്ടത്തിനെ പരിപാലിക്കാൻ സാധിക്കുന്നില്ല, ആ മുന്തിരി വള്ളിയെ പരിപാലിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ എത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്തു ചെയ്യുവാനുള്ളൂ? വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ ഒരു പാട്ട് പാടും. ആ ഒരു മുന്തിരിത്തോട്ടം അത് വളർന്ന് അത് പുഷ്പിച്ച് അത് കൊലച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം അത് ആസ്വദിക്കുകയാണ്. അത് ആസ്വദിച്ചുകൊണ്ട് പറയാൻ ഒരു പാട്ട് പാടും. അതിനുശേഷം 2-ാം ഭാഗത്തിൽ പറയുന്നത്, എൻ്റെ പ്രിയതമനെ ഞാനൊരു കുന്നിൻ്റെ മുകളിലെ ഏറ്റവും ഫലപ്രദമായ ഒരു കുന്നിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനതിനെ വേലി കെട്ടി. അപ്പോൾ എന്തുകൊണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ മുന്തിരിത്തോട്ടം നടന്നു എന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ മുന്തിരി കിട്ടുള്ളൂ. നന്നായിട്ട് കായ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലുണ്ടാവണം. അപ്പോൾ കുന്നിൻ ചെരുവിൽ കുറച്ച് സമയത്തേക്കെങ്കിലും നല്ല വെയിലും കുറച്ച് തണലും ലഭിക്കുന്ന സാധ്യതയുണ്ട്.
ഏതായിരുന്നാലും നല്ല വെയിൽ അതിന് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ അതിന് വെള്ളം കൊടുക്കണം. ആ കുന്നിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറവായിരിക്കും എങ്കിൽ താഴ്വാരത്തിൽ നിന്ന് വെള്ളം കൊണ്ടെത്തിച്ച ആ മുന്തിരിവള്ളിക്ക് ശുശ്രൂഷ കൊടുക്കണം. വളരെ കഠിനമായ ഒരു ജോലിയായിരിക്കുമെങ്കിലും എൻ്റെ പ്രിയതമന് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഇഷ്ടം, അത് കൂടെ നിന്ന് ചെയ്ത് അതിനെ വളർത്തിയെടുക്കാനുള്ള ബാധ്യത അവിടെ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നു. ഇനി രണ്ടാമത്, മുന്തിരി നട്ടതേ ഉള്ളൂ. കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു, അത് നട്ടു. അതിൽ ആ മണ്ണിൻ്റെ ഇടയിൽ കൂടെ കല്ലുകളുണ്ടായിരുന്നു, കട്ടയുണ്ടായിരുന്നു, അതെല്ലാം പറക്കി കളഞ്ഞു. നല്ല മണ്ണാക്കി എടുത്തു. അതിനൊരു വേലി കെട്ടി. മറ്റ് മൃഗങ്ങളിൽ നിന്നോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കാതിരിക്കാൻ അതിന് വേലി കെട്ടി. രണ്ടാമത് അതിൻ്റെ നടുവിൽ ഒരു മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിത്. ഗോപുരം പണിതത് ഇതിന് ശുശ്രൂഷിക്കണമെന്നുണ്ടെങ്കിൽ ആ വെയിലത്തൊരു മനുഷ്യനിരുന്ന് ശുശ്രൂഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് തണൽ ഒരു ഗോപുരം ഉണ്ടായിരുന്നാൽ അത് കിട്ടും. അപ്പോൾ എൻ്റെ മധ്യഭാഗത്തായിട്ട് തന്നെ ഒരു ഗോപുരം പണിത് അതിലിരുന്ന് നോക്കുന്നതിനും വെള്ളം സൂക്ഷിച്ചു വയ്ക്കുന്നതിനും വെള്ളം നനയ്ക്കുന്നതിനും എല്ലാം ആ ഒരു ജോലിക്കാരൻ, അല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഭാര്യയ്ക്കായിരിക്കാം, ആ പ്രിയതമന് വേണ്ടിയിട്ട് ഇവിടെ സാക്ഷി പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രിയതമ ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ വെയിലത്ത് ഈ അവരുടെ പല പടങ്ങളിലും കണ്ടിട്ടുണ്ട്, തലയിൽ ഒരു തുണിയും കെട്ടി അങ്ങനെ ഇരിക്കുന്ന വനിതകൾ, അതോടൊപ്പം തന്നെ തലയിൽ കെട്ടും കെട്ടിയിരിക്കുന്ന പുരുഷന്മാർ, അവരെല്ലാം ആ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ആ യൂണിഫോം എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ കല്ലും പറക്കി കളഞ്ഞു, നല്ല വക മുന്തിരി വള്ളി നട്ടു, നടുവിലൊരു ഗോപുരവും പണിതു, ഒരു ചക്കും ഇട്ടു. ഇവിടെ നട്ടതേ ഉള്ളൂ, അതിനിടയ്ക്ക് ഇത് ആട്ടിയെടുക്കുന്നതിന് വേണ്ടുന്ന ചക്ക് വരെ തയ്യാറാക്കി വെച്ചു. ഒന്നിനും കുറവില്ല. നമ്മളെയും അതുപോലെ നട്ടിരിക്കുകയാണ്. നമ്മിൽ നിന്ന് വിളഞ്ഞു വരുന്ന ഫലത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് അടുത്തൊരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. എത്രേ കാട്ടുമുന്തിരിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പ്രത്യേകത, ഇതേ വള്ളി തന്നെ നല്ല വള്ളിയാണ് നട്ടത്, മോശപ്പെട്ട വള്ളിയല്ല, കാട്ടുവള്ളിയല്ല നട്ടത്, നല്ല വള്ളി നട്ടു. പക്ഷെ അത് കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ. ഈ കാട്ടുമുന്തിരിങ്ങയുടെ വിത്ത് വളരെ കനം കൂടിയതായിരിക്കും. ആ മുന്തിരിക്കകത്ത് കനം കൂടിയ വിത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്ലഷി ആയിട്ടുള്ള മാംസളമായിട്ടുള്ള ഭാഗം വളരെ കുറച്ചേ കാണുള്ളൂ. മാത്രമല്ല അതിന് ചില ചമർപ്പും ഉണ്ടാകും, ചെറിയൊരു കടുപ്പം ഉണ്ടാകും എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടുമുന്തിരിങ്ങ കൊണ്ട് അതിനെ വിൽക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഫലമെടുത്ത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനോ സാധിക്കില്ല. അപ്പോൾ ഈ നട്ടത് മുഴുവനും പാഴായി, അധ്വാനിച്ചത് മുഴുവനും പാഴായി. ഞാനിനി എന്ത് ചെയ്യണം? നിങ്ങൾ അതിനൊരു സാക്ഷ്യം പറയണം, അതിനൊരു മറുപടി അത് നിങ്ങളാണ് തരാനുള്ളത്. ആകയാൽ യെരുശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറെ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചത്. വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു, അതിൻ്റെ മതിലിടിച്ചു കളഞ്ഞു, അതിനെ ചവിട്ടി മെതിച്ച്. കാരണം മനസ്സിനകത്ത് അത്രത്തോളം വിഷമവും ദേഷ്യവും കൊണ്ട് ഇനി എനിക്കൊന്നും വേണ്ട. ആലോചിച്ച് നോക്കൂ, ഇവിടെ എത്രയോ കുടുംബങ്ങളിൽ ആത്മഹത്യ നടക്കുന്നത് എന്തുകൊണ്ടാണ്? പലപ്പോഴും ഒരു വീണ്ടും വിചാരമില്ലാതെ, ഒരു പോരായ്മ വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതത്തെ തന്നെ അവസാനിപ്പിച്ച് കളയാമെന്ന് പറയുന്ന കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവരുടെ ബാക്ക് എന്താണ്? അവരുടെ പുറകു ഭാഗത്ത്, അവരുടെ പിന്നിൽ ഈ ഒരു ചെയ്യുന്നതിനുള്ള ഇങ്ങനെ ഒരു കടും കൃത്യം, ദൈവം കൊടുത്ത ആയുസ്സിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞ അവരുടെ ഒരു മനോഭാവം. പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ അത് ഒരു കാരണവശാലും ഉണ്ടാകരുതെന്ന് നമ്മുടെ കൂടെയുള്ളവർ, ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവർ, അവരോട് പ്രത്യേകമായിട്ട് പറയുക, മനസ്സിലാക്കിക്കുക. കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എഴുന്നേക്കാൻ ഒരുപാട് വഴികളുണ്ട്. ആരെങ്കിലും നമ്മളെ കൈ ഉയർത്തി സഹായിക്കും. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ ഇരുന്ന് എഴഞ്ഞ് നടങ്ങിയെങ്കിലും നമുക്ക് എഴുന്നേക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ ഈ കാട്ടുമുന്തിരി എന്നുള്ള രൂപത്തിൽ ഒരു പക്ഷേ ഇത് നിലനിർത്തിയിരുന്നെങ്കിൽ ഇതിൽ നിന്ന് നല്ല ഫലം കിട്ടുമായിരുന്നു കാണും. അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ട്, അത്രത്തോളം കുടുംബത്തിന് ഒരു സ്നേഹവും വിധേയത്വവും കൊടുത്ത് എല്ലാ നന്മകളും നൽകി പരിപോഷിപ്പിച്ചത് കൊണ്ട് ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്തൊക്കെ മുടക്കിയോ അതെല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ പരിപാലനത്തിൽ നമ്മൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക.
ദൈവം നമ്മെ ഒരുപാട് പരിപാലിച്ചിരിക്കുന്നു, തുടർന്നും പരിപാലിക്കും. പക്ഷേ അതിൽ നിന്ന് ഫലപ്രദമായ മുന്തിരിവള്ളി നമ്മൾ കൊടുക്കണം. കുടുംബത്തിൻ്റെ തകർച്ച അതേപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കുടുംബത്തിൻ്റെ തകർച്ച. എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്ന നിസ്സാര കാര്യങ്ങളിലായിരിക്കും. എന്തുകൊണ്ട്? പരസ്പരം സംസാരിക്കാനുള്ള ഒരു കഴിവ് പോലും കാണിക്കാതെ, അതിനുള്ള ക്ഷമ പോലും കാണിക്കാതെ, ഒരാൾ അങ്ങോട്ട് ഒരാൾ ഇങ്ങോട്ട്, അങ്ങനെ പിരിഞ്ഞു പോകുന്ന തരത്തിലുള്ള അവസ്ഥ. ഇന്ന് ഡൈവോഴ്സ് കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഡൈവോഴ്സാണ്. കല്യാണം കഴിഞ്ഞ് 6 മാസം ആവുന്നതിന് മുമ്പേ ഡൈവോഴ്സാണ്. അതൊരു ശീലം പോലെ, അതൊരു എന്തോ ഒരു പ്രത്യേക ഒരവസ്ഥയിൽ വരുന്നു. ഒന്നുകിൽ നേരത്തെ ഉണ്ടായ അമിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം. എനിക്ക് ഇത്രത്തോളം ഉണ്ട്, ഞാൻ ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, എനിക്ക് ശമ്പളമുണ്ട്, എനിക്കതിന് വേണ്ടുന്ന, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവുണ്ട്, ഇനി അയാളുടെ ആവശ്യം എനിക്കില്ല, എനിക്ക് അവളെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ കുടുംബത്തിൽ തന്നെ സ്പർദ്ധയുണ്ടായി പിരിഞ്ഞു പോകുമ്പോൾ കൊച്ചു കുരുവികളെ പോലെ നോക്കിയിരുന്ന് കരയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അപ്പനും അമ്മയും ഇല്ല. പിന്നെ ഒടുവിൽ അമ്മമ്മയോ അപ്പൂപ്പനോ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളോ ഏറ്റെടുത്ത് നടത്തേണ്ടുന്ന, ജീവിക്കേണ്ടുന്ന ആ ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ലേ, കുടുംബനാഥയുടെയും ഭാഗത്തുള്ള തെറ്റല്ലേ എന്ന കാര്യം ഓർമ്മിക്കുക. എന്തുകൊണ്ട് അത് തെറ്റുകളെ തിരുത്താൻ സാധിക്കുന്നില്ല? അത്തരത്തിൽ തെറ്റുകളെ തിരുത്തി ഒരു ജീവിതക്രമം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് എബ്രായർ എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ പറയുന്നു. എബ്രായർ എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇവിടെ ഒരു കുടുംബത്തിൽ വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ഭാഗമാണ് പറയുന്നത്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവും ആയിരിക്കട്ടെ. അവിഹിത ബന്ധമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ വേണ്ടി ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇനി അത്തരത്തിലുള്ള ദുർനടപ്പുകാരെയും വിചാരികളെയും ദൈവം വിധിക്കും. ദൈവം എടുത്തു പറയുന്നത്, നമുക്ക് ലേഖനത്തിൽ കൂടെ പറയുന്നത്, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ. ഇന്ന് സമൂഹത്തിന് സാധിക്കുന്നില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുന്നില്ല. അന്യൻ്റെ മുതലും കൂടെ എൻ്റെ കൈവശം വേണം, എനിക്ക് അവകാശമില്ലാത്തത് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റവൻ ചത്താലും കുഴപ്പമില്ല, മറ്റവൻ്റെ കുടുംബം നശിച്ചാലും കുഴപ്പമില്ല, എനിക്ക് കുറേ പണം വേണം. ഇതല്ലേ സമൂഹം? നമ്മൾ എത്രയോ പേരെ കണ്ടിരിക്കുന്നു, എത്രയോ അനുഭവിക്കുന്നു. പക്ഷെ നമുക്ക് ചില സമയത്ത് അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ട് സാധിക്കാതെ വരുന്നു. പക്ഷേ അവിടെ നമ്മോട് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്റെ കയ്യിൽ ഞാൻ പിടിച്ച് നിന്നെ ഞാൻ വഴി നടത്തും, നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ തെരുവിൽ അലയുന്ന ഒരവസ്ഥയിലെത്തുകയില്ല. നിനക്ക് എത്ര ഇല്ലാതെന്നെങ്കിലും കാക്കക്കുഞ്ഞുങ്ങൾക്ക് തീറ്റി കൊടുക്കുന്ന ദൈവം. ഏലിയാവ് ഒരു തോട്ടിൻ്റെ അരികിൽ ഒന്നും കിട്ടാത്തവനായിട്ട് വിശന്ന് വലഞ്ഞ് ഇരിക്കുമ്പോൾ, നിനക്കിവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞ് ആഹാരം കാക്കകളിൽ കൂടെ കൊണ്ടെത്തിച്ചു കൊടുത്തു. നമുക്കും എത്തും, നമുക്കും വേണ്ടുന്ന സഹായം ദൈവം തരും. എവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും ഒരു കാരണവശാലും ദൈവം നമ്മെ ഉപേക്ഷിക്കുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അവൻ കൈവിടുകയില്ല, നമ്മെ കൈപിടിച്ച് നടത്തുമെന്ന കാര്യം ഓർമ്മിക്കണം. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ, 3, 4, 5 അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നരുളി ചെയ്തു. അതുകൊണ്ട് അവർ മേലാൽ 2 അല്ല 1 ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഇവിടെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച ദൈവം വീണ്ടും ഒരു കരാർ കൂടെ പറഞ്ഞു. ആ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കുമ്പോൾ മാതാവും പിതാവും
അതിലൂടെയാണ് ഈ ഒരു ആണിനെയോ അല്ലെങ്കിൽ പെണ്ണിനെയോ കിട്ടിയത്. അതിൽ നിന്ന് അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ അപ്പനെയും അമ്മയെയും വിട്ടിട്ട് പുതിയ ഒരു ദേഹമായിട്ട് തീരും. ദൈവത്തിൻ്റെ നീതിയാണ്. പക്ഷേ അത് മനുഷ്യൻ പലപ്പോഴും ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെയാണ് പലപ്പോഴും ഹാസ്യരൂപത്തിലായിരുന്നാലും അമ്മായി പോരെന്നും മരുമക്കൾ പോരെന്നും ഒക്കെ പറഞ്ഞിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോര് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മ മകനിൽ നിന്ന് കുറേ സ്നേഹം ആഗ്രഹിക്കുന്നു, മകളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അവരെൻ്റേത് തന്നെയാണ്, ഞാൻ വളർത്തി വലുതാക്കിയതാണ്, അതുകൊണ്ട് എപ്പോഴും എൻ്റേതായിരിക്കണം എന്ന് പറയുന്നു. അത് സാധ്യമല്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവർ മാതാവിനെയും പിതാവിനെയും വിട്ടുപിരിഞ്ഞിട്ട് ഒരു ദേഹമായിട്ട് തീരും. അതിന് നമ്മൾ അവരെ അനുവദിക്കുക, അവരങ്ങനെ ജീവിക്കട്ടെ, അതിന് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കുക. പക്ഷേ വയസ്സായ മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത ഇതേ മക്കൾക്കുണ്ടെന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. കാരണം അവരെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? അവരനാഥരായിട്ട് തെരുവിലിറങ്ങേണ്ടുന്നവരാണോ? അല്ല. നമ്മളുടെ എല്ലാ ബലഹീനതകളിലും നമ്മെ കൈപിടിച്ച് നടത്തിയ മാതാപിതാക്കളല്ലേ. അവർ ഇന്ന് ബലഹീനരാകുമ്പോൾ അവരെ സഹായിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ളത് നമ്മളാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം അവിടെ ഉണ്ടാവണം. അവിടെയാണ് കുടുംബ ബന്ധത്തിൻ്റെ നിത്യമായ ജീവിതത്തിന് ഒരു വില കൽപ്പിക്കപ്പെടുന്നത്. ഇല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം ഇട്ട് ഒരു ത്രാസിൽ തൂക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം താഴ്ന്നു നിൽക്കും, മറ്റേ സൈഡ് എന്നും ഉയർന്നു തന്നെ നിൽക്കും. ആ ഉയർന്നു നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ശൂന്യമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതിലൊന്നുമില്ല. അതുകൊണ്ടാണ് അത് ഉയർന്ന് അവിടെ നിൽക്കുന്നത്. പക്ഷേ തുല്യമായ അളവിൽ പറ്റിയില്ലെങ്കിൽ പോലും ഏറെക്കുറെ തുല്യമായ അളവിലെങ്കിലും കുടുംബത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ കുടുംബ ബന്ധം നശിച്ചു പോകുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇവിടെ ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. ഉത്തമഗീതം 2-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങൾ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. നമ്മുടെ മുന്തിരിവള്ളി പൂത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, മുന്തിരിവള്ളി നട്ടു, നല്ല ഇനം നട്ടു, അതിൽ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങയായിരുന്നു. ആ ഒരു ഭാഗം ഇനിയിപ്പോൾ തൽക്കാലം നമ്മൾ ചിന്തിക്കണ്ട. നല്ല മുന്തിരി തന്നെ കായ്ക്കുന്ന ഒരു സാഹചര്യം അവിടെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ പൂത്ത് ഒലഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ മണം അടിച്ചുകൊണ്ട് ഇതിലിപ്പോൾ തന്നെ ഫലമുണ്ട്, ഇപ്പം തന്നെ ഫലം പറിക്കാമെന്നും കരുതിക്കൊണ്ട് കുറേ കുറുക്കന്മാരിറങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട് ആ കുറുക്കന്മാർ, എല്ലായിടത്തും ഉണ്ട്. സഭയ്ക്കകത്തുണ്ട്, സമൂഹത്തിലുണ്ട്, പള്ളികളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്. ആ കുറുക്കന്മാരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് അടിച്ചു കൊന്നു കളയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ മനസ്സിലാക്കി കൊടുക്കണം. ഈ പറഞ്ഞ കുറുക്കന്മാർ നമ്മെ നശിപ്പിക്കുന്നത് ഇന്ന രീതിയിലാണ്. സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് അതിൻ്റെ ഫലം വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫലം കട്ടെടുത്തുകൊണ്ട് നമ്മെ നശിപ്പിക്കുന്നത് കുറുക്കന്മാരെ കാണിച്ചു കൊടുക്കുക എന്ന് വേദപുസ്തകത്തിൽ ഉത്തമഗീതത്തിൽ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും അതുണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം, പല സാഹചര്യങ്ങളിലുണ്ടാകും. പക്ഷേ ആ കുറുക്കന്മാരെ തിരിച്ചറിയണം. അതിനുള്ള ബുദ്ധി വേണം, അതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഈ ഉത്തമഗീതത്തിൽ പറയുന്ന ഇത് കുടുംബ പ്രശ്നങ്ങളിൽ ഒരു കാരണം നുഴഞ്ഞു കയറുന്ന കുറുക്കന്മാരാണെന്ന കാര്യം ഓർമ്മിക്കുക. അതിൽ ആൺകുറുക്കന്മാരും കാണും, പെൺകുറുക്കന്മാരും കാണും, രണ്ടും കാണും. അപ്പോൾ അതിനെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് അതിനകറ്റി നിർത്താനായിട്ട് പ്രത്യേകം ഓർമ്മിക്കുക. സങ്കീർത്തനം 80-ാം അധ്യായത്തിൽ നല്ല മുന്തിരിങ്ങയെക്കുറിച്ച് പറയുന്നുണ്ട്. നല്ല മുന്തിരിങ്ങ, നമ്മൾ നല്ല മുന്തിരിങ്ങയായിട്ട് ഫലം കായ്ക്കണം. നല്ല ആകർഷകമായിട്ടുള്ള മുന്തിരിങ്ങയായിട്ട് നമ്മൾ ഫലം കായ്ക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കാട്ടുമുന്തിരിങ്ങ കായ്ക്കുമ്പോൾ വെട്ടി നശിപ്പിച്ച് കളയുന്നത് നമ്മളെ ആയിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. നമ്മിൽ നിന്ന് ഏത് ഫലം കായ്ക്കണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു, അത്തരത്തിലുള്ള ഫലം കായ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ യഹോവയുടെ മുന്തിരിത്തോട്ടം എന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-6 വാക്യങ്ങളിലും നമ്മൾ വായിച്ചു കേട്ട് മനസ്സിലാക്കി. ഇവിടെ നമുക്ക് ഏറ്റവും ബലമായിട്ട് വരുന്നത് ആ സ്നേഹവചനങ്ങൾ തന്നെയാണ്. ആ സ്നേഹവചനങ്ങളിലൂടെ നമുക്ക് ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പനും അമ്മയിൽ നിന്നും മാറി ഒരു പുതിയ കുടുംബമായിട്ട് തീരും, പുതിയ ദേഹമായിട്ട് തീരും. അവരിനി ഒന്നാണ്. അവരെ വേർപിരിക്കരുത്. മരണം വരെ അവർക്ക് ഒരുമിച്ച് പോകാം. ഇവിടെ വന്ന് ക്രിസ്തുവിനോടൊപ്പം ആ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് പരീശന്മാർ, അവരെ വേർപിരിക്കുന്നതിന് വേണ്ടിയിട്ട് മോശ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ചെയ്യാമോ? അപ്പോൾ പറയുന്നത് മോശ
അപ്പോഴത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് പറഞ്ഞത്. സാഹീകെട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും പൊയ്ക്കോ എന്ന് പറഞ്ഞ്, സാത്താനെ നീ എന്നെ വിട്ടുപോയെന്ന് പറഞ്ഞ് വിട്ടതുപോലെ പറഞ്ഞു. ഇല്ലാതെ അതിൽ കടിച്ചു തൂങ്ങി ഇരിക്കരുത് എന്നാണ് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പരസംഗം ചെയ്യുന്ന ഒരു പാപം, ഒരു കുറ്റം ചെയ്താൽ മാത്രമേ ഒരു വിവാഹ മോചനത്തെക്കുറിച്ച് ചിന്തിക്കാവൂ എന്ന് വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നു. അത്രയും കാലം മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ഒരു കുടുംബമായിട്ട് തന്നെ കഴിയണം. അപ്പോൾ പരസംഗത്തിന് ദൈവം എതിരാണ്. അതുകൊണ്ട് അതുണ്ടാകാതിരിക്കുക. അപ്പോൾ ദൈവം പറയുന്നത് അങ്ങനെയാണെങ്കിൽ മരണമായിരിക്കും ഈ വിവാഹ ബന്ധത്തിൽ നിന്നും നിങ്ങളെ വേർപിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം, അതാണ് സ്നേഹത്തിൻ്റെ നിത്യമായ ജീവിതം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ സ്നേഹത്തിൻ്റെ നിത്യമായിട്ടുള്ള ഒരു ജീവിതമാണ് നാം എപ്പോഴും ആഗ്രഹിക്കുന്നത്, നാം എപ്പോഴും മനസ്സിലാക്കുന്നത്. ഒരുപാട് പാളിച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ ആ പ്രശ്നങ്ങളിലെല്ലാം ക്രിസ്തു പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ വഴി നടത്തും. ആ വാക്കിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, അതിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട്, ക്രിസ്തു നമ്മെ കയ്യിൽ പിടിച്ചുകൊണ്ട് വഴി നടത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ കയ്യിൽ പിടിക്കുകയല്ല, ക്രിസ്തു നമ്മെ പിടിക്കുകയാണ്, നമ്മെ കൊണ്ട് നടക്കുകയാണ്. ആ ഒരു ധാരണയും ആ ഒരു വിശ്വാസവും നമ്മുടെ കുടുംബത്തിന് എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് വചനങ്ങളെ ചുരുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവനായ ഞങ്ങളുടെ പിതാവേ, ദൈവമേ, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് കുറച്ച് ചിന്തിക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബത്തിലും വേണ്ടതായിട്ടുള്ള നന്മകൾ അങ്ങ് പകർന്നിരിക്കുന്നതിനോട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പല ബന്ധനങ്ങൾ, പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും അവിടെയെല്ലാം ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല, കൈപിടിച്ച് നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പിതാവേ, ദൈവമേ, ദീർഘായുസ്സും നന്മകളും നൽകി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നേ ദിവസം 25ാമത്തെ വിവാഹ വാർഷിക ദിനം ആചരിക്കുന്ന അങ്ങയുടെ മക്കളായ ശ്രീകുമാർ, നിഷ, ഈ രണ്ടുപേരെയും അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഉണ്ടായിരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, മക്കളെ നൽകി അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, അവരുടെ വളർച്ചയിൽ എല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പലപ്പോഴും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെ നിന്നെല്ലാം നന്മകൾ നൽകി പരിപാലിച്ച വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് എത്രയും കാരുണ്യം അവരോട് കനിഞ്ഞ് ദീർഘായുസ്സും നന്മകളും നൽകി പരിപാലിക്കണമേ. കൂടുതൽ കാലം അങ്ങയോടൊപ്പം അടിയങ്ങൾ ജീവിച്ച്, അടിയങ്ങൾ മരിച്ച് നിത്യജീവിതത്തിന് അവകാശികളായി തീരുന്നതിന് അങ്ങയുടെ അടിയങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ കൂടിയിരിക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അടിയങ്ങൾക്ക് വേണ്ടുന്ന നന്മകൾ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ പ്രയാസങ്ങളിലും വിഷമതകളിലും ആയിരിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടുന്ന കൃപകൾ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാറ്റിനും മേലായി അടിയങ്ങൾക്കൊരു സഭാമന്ദിരം വേണം. സഭാമന്ദിരം ഇടിച്ചു കളഞ്ഞു, അതിനെ നശിപ്പിച്ചു കളഞ്ഞു എങ്കിലും സഭ ഇന്ന് നിലനിർത്തിയിരിക്കുന്ന വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വരവോളം സഭയിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് വരുന്ന തലമുറകൾക്ക് ആരാധിക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമമഹത്വത്തിന് വേണ്ടി വലിയൊരു ആലയം ദൈവമേ ഈ LMS കോമ്പൗണ്ടിൽ ഉണ്ടാകുന്നതിന് കൃപ ചെയ്യണമേ. അതാരോടും മത്സരിച്ചു കൊണ്ടല്ല, ഇത് ആവശ്യമാണല്ലോ. കൂടി വരുന്ന വിശ്വാസികൾക്ക് ഒത്തുചേർന്ന് ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ഇന്ന് ഈ LMS കോമ്പൗണ്ടിൽ കാണുന്ന ദേവാലയത്തിനകത്ത് സ്ഥലമില്ലാതെ വന്നിരിക്കുന്നു. അതങ്ങ് അറിയുന്നുവല്ലോ. ദൈവം അതിനുവേണ്ടി ഒരു സ്ഥലം അടിയങ്ങൾക്ക് വേണ്ടി വേർതിരിച്ച് ദൈവം അവിടെ ഒരു സഭാമന്ദിരം പണിത് അടിയങ്ങൾക്ക് ആരാധിക്കാൻ അങ്ങ് കൃപ ചെയ്യണം. അവിടെ ഈ പട്ടണ പ്രദേശത്ത് വന്ന് ചേരുന്ന നിരവധി പേർക്ക് വന്ന് ആരാധിക്കുന്നതിനും ദൈവമേ അങ്ങയുടെ സമാധാനം ഉൾക്കൊള്ളുന്നതിനും ദൈവമേ അവരിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതിനും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവ് കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തുടർന്നും അടിയങ്ങൾക്ക് ആരാധിക്കാൻ അങ്ങ് കൃപ ചെയ്യണം. ആരോഗ്യം തരണം. ഭവനത്തിലായിരിക്കുന്ന മക്കളെ അങ്ങ് അനുഗ്രഹിക്കണം. ഓരോരോ യാത്രയിലായിരിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണം. രോഗാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടുന്ന കൃപയും സൗഖ്യവും പ്രദാനം ചെയ്യണം. സാമ്പത്തിക ബന്ധനത്തിലകപ്പെട്ട് ഇരിക്കുന്നവരെ അങ്ങ് സഹായിക്കണം. ദൈവമേ, വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്ത് ഉപജീവനം കഴിക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടുന്ന ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണം. സാമ്പത്തികമായി കടപ്പെട്ടു പോകാതെ വണ്ണം അങ്ങ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനവാടിയങ്ങളുടെ മനസ്സിനകത്ത് 30, 60, 100 മേനിയായി വിളയുന്നതിന്
അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയങ്ങൾക്ക് വേണ്ടി അങ്ങ് തന്നിട്ടുള്ള എല്ലാ നല്ല ദാനങ്ങൾക്ക് വേണ്ടി അടിയങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കൃപയാണ്. അടുത്ത ആഴ്ച അടിയങ്ങൾക്ക് വന്നു ചേരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എത്രയും വേഗത്തിൽ സഭാ മന്ദിരത്തിനകത്ത് കയറിയിരുന്ന് ആരാധിക്കുന്നതിനുള്ള ഭാഗ്യത്തെ പ്രദാനം ചെയ്യണം. എല്ലാ നന്മകളാലും നിറച്ച് കാത്തു പരിപാലിക്കണം. പരമപിതാവേ, ആമേൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ വന്ദനം നിനക്കാമേ. മനസ്സലെ ഉടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ.